ഹലോ നമസ്കാരം, ഞാൻ ജോബിൻ. ഇന്നത്തെ നമ്മുടെ വിഷയം സ്പായാണ്. നമുക്ക് ചുറ്റും ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്പാകൾ. പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ മെട്രോ നഗരങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന സ്പാകൾ ഇന്ന് നമുക്ക് ചുറ്റുമുള്ള പല സിറ്റികളിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ചില ആളുകൾക്ക് ഇപ്പോഴും അറിയത്തില്ല എന്താണ് സ്പാ എന്നതിനെപ്പറ്റി. സ്പാകൾ സംഭവിക്കുന്നത് ബോഡി മസാജിങ് ആണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ശുദ്ധമായ ലൈംഗികത, ശുദ്ധമായ സെക്സ്. നമ്മൾ വഴികളിലൂടെ നടക്കുമ്പോൾ പോലും നമ്മൾ ചില നോട്ടീസുകളും ഒക്കെ കാണാറുണ്ട്. പട്ടണത്തിൽ പുതിയ സ്പാ ആരംഭിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള തെറാപ്പിസ്റ്റിനെ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു നോട്ടീസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ സ്പാകളെ പറ്റി ഈ അടുത്തിടയ്ക്ക് നമ്മുടെ കർമ്മ ന്യൂസ് പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്. പിന്നെന്താ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അതെങ്ങനെയാണ്? അങ്ങനെ അല്ല, ഒന്നിച്ചല്ല, അതിനെത്രയാണ്? നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ ആവശ്യം പറയാം. അവിടെ പല പ്രായത്തിലും ഒക്കെയുള്ള സ്ത്രീകൾ ഉണ്ട്. അവർ നമ്മളെ അവരുടെ ഫോട്ടോസ് കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാം. ഒരാളുണ്ടാവും, ഒന്നിൽ കൂടുതൽ ആളുണ്ടാവും. അതൊക്കെ ചെല്ലുന്ന ആളുടെ പോക്കറ്റിൻ്റെ കാര്യം അനുസരിച്ചിരിക്കും. അവർ അവരുടെ റേറ്റ് പറയും. നമുക്ക് അവരുടെ കൂടെ ബോഡി മസാജിങ് നടത്താം. അതിനുശേഷം നമുക്ക് താല്പര്യമാണെങ്കിൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം. ഇത് തന്നെയാണ് നമ്മുടെ സ്പാകളിൽ സംഭവിക്കുന്നത്. എല്ലാ സ്പാകളും ഇതാണോ തുറന്നു പോകുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക സ്പാകളിലും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പലരും നമ്മുടെ നാട്ടിലും ചുറ്റിലുമുള്ള പല ആൾക്കാരും ഇതിൻ്റെ ഭാഗഭാക്കാകുകയും അവിടെ ചെന്ന് അവരുടെ ലൈംഗിക തൃഷ്ണയൊക്കെ ശമിപ്പിച്ചിട്ട് തിരിച്ചു വരികയും ചെയ്യാറൊക്കെ ഉണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇനിയിപ്പോൾ ഉള്ള കാലത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവേ ഉള്ളൂ: കാലം മാറി. അതെ, കാലം മാറി സാർ. കാലത്തിനൊപ്പിച്ച് കുറവ് മാറണം. ആരെങ്കിലും സ്പായിൽ പോകണമെന്നോ സ്പായിൽ പോകണ്ടെന്നോ ഒന്നുമുള്ള അഭിപ്രായമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം, നമുക്കൊരു അറിവുണ്ടാവണം. ഏതൊക്കെയാണെന്നും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. കുറച്ച് പേർക്ക് ഇതൊന്നും കേൾക്കുന്നതോ കാണുന്നതോ താല്പര്യമുള്ള വിഷയമേ അല്ല. അവർക്ക് വളരെ എതിർപ്പുള്ള വിഷയമായിരിക്കാം. പക്ഷേ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റാരും ചെയ്യാൻ പാടില്ലെന്നോ എല്ലാവരും അത് തെറ്റാണെന്ന് കാണണമെന്നോ ഒന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ തെറ്റാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ മറ്റുള്ളവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കാം. പല കാര്യങ്ങളുമുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റിയാൽ തന്നെ നമുക്ക് വളരെയധികം സമാധാനം ഉണ്ടാകുന്നതാണ് ഒരു വലിയ കാര്യം. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ പൊതു പാർക്കുകളിൽ നമ്മുടെ യുവാക്കൾ വന്നിരിക്കുകയും അവിടെ പ്രേമസല്ലാപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. അതിനെ കുറേ പേര് എതിർക്കുകയും കുറേ ആൾക്കാർ കൂടി അവിടെ ചെന്ന് അവരെ ഓടിക്കുന്നതൊക്കെ തരത്തിലുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ എന്ന് തന്നെ നമ്മൾ ഒന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ശരിയല്ല അവരുടെ ശരി, നിങ്ങളുടെ തെറ്റുമല്ല അവരുടെ തെറ്റ്. ഇനിയുള്ള കാലത്ത് നമ്മുടെ തെറ്റിനെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല.
ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാറി. ഇപ്പം പാർക്കുകളിൽ ചെന്ന് അവിടെയുള്ള യുവാക്കളെ അടിച്ചോട് ഓടിക്കുന്ന ആ ഒരു കാഴ്ചകൾ നമ്മളിപ്പോൾ കാണാറില്ല. ചിലതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി ഇത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് വിടുന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ ഇപ്പം അവരെ എതിർക്കാൻ പോകാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ പാർക്കിലിരിക്കുന്നവരെ വടിയെടുത്ത് ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത ഓയോ റൂമുകളിലേക്ക് മാറും. അവിടെയും നിങ്ങൾ അവരെ ഇരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ അടുത്ത മരം കണ്ടെത്തും. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലുള്ള സ്പാകളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരും. ഇതെല്ലാം കാലത്തിൻ്റെ മാറ്റമാണെന്നും അല്ലെങ്കിൽ ഇതിൽ കുറേ ആവശ്യക്കാരുണ്ടെന്നും ഇതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് അതിൻ്റെ ഒരു മാർഗമെന്ന് പറയുന്നത്. ഇപ്പോൾ ഉയർന്നു വരുന്ന വാർത്തകളൊക്കെ കണ്ട് നാളെ മുതൽ ഇതിനെ എതിർക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ സ്പാങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ശരിയായ ഒരു നടപടി ആകത്തുമില്ല, അതൊന്നും നിൽക്കത്തുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആവശ്യമുള്ള കുറേയധികം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ട്. അവനവൻ്റെ ചോയ്സാണ് ഇതിനകത്ത് പോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. ഇതിനകത്ത് പോകുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലക്ഷ്യം ജീവിതത്തിലെ സൗഭാഗ്യങ്ങളോ അല്ലെങ്കിൽ സമ്പത്തോ പ്രശസ്തിയോ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇതിലേക്ക് കൂടുതൽ പോകുന്ന ആളുകൾക്ക് ഉള്ളതല്ല ഈ പറഞ്ഞതൊന്നും. ചിലപ്പോൾ ആദ്യ കാലങ്ങളിൽ കിട്ടിയെങ്കിലും പിന്നീടുള്ള കാലങ്ങളിൽ നിങ്ങളിൽ നിന്നത് എടുക്കപ്പെടാനും നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ആ നിയമത്തിനോട് ചേർന്ന് പോകുന്നവർക്കാണ് ഇതെല്ലാം കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് അതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുക. അതല്ല, നിങ്ങൾക്ക് ലോകത്തിൻ്റേതായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഏത് രീതിയിലും പോകാം. അതാണ് ആദ്യം പറഞ്ഞത്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അതിനോട് തീരുമാനിക്കാം എങ്ങനെ പോകണം എങ്ങനെ പോകണ്ട എന്നുള്ളത്. അപ്പോൾ അത് ഓരോ മനുഷ്യൻ്റെയും മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് എതിർക്കപ്പെടേണ്ട സംഭവം അല്ല എന്നുള്ളത്. കാരണം ഓരോ മനുഷ്യൻ്റെയും മാനസികാവസ്ഥയും ഓരോ മനുഷ്യൻ്റെയും ചിന്തയും ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹങ്ങളും എല്ലാം വ്യത്യസ്തമുണ്ട്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ആ വഴി പോട്ടെ, ആഗ്രഹിക്കാത്തവർ അതിനെ പ്രത്യക്ഷത്തിൽ എതിർക്കാൻ പോവാതെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അറിയാൻ മാത്രം ശ്രമിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ നാട് നശിച്ചു പോകുമോ, നമ്മുടെ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുമോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഒരു പ്രസ്ഥാനത്താണ്. കാരണം അങ്ങനെ നാട് നശിച്ചു പോകാനായിരുന്നെങ്കിൽ ഇതിനപ്പുറം നടക്കുന്ന രാജ്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ജീവിക്കുന്ന ആൾക്കാരും അവിടെയൊക്കെ പോയി ജോലിയെടുക്കുന്ന ആൾക്കാരും അവരെല്ലാവരും നശിച്ചു പോകേണ്ട ആൾക്കാരാണോ അല്ലെങ്കിൽ നശിച്ചു പോയ ആൾക്കാരാണോ? അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഏത് സാഹചര്യങ്ങളുണ്ടെങ്കിലും ഏത് പ്രലോഭനങ്ങളുണ്ടെങ്കിലും കുറച്ച് ആളുകൾ അതിൻ്റെ പുറകെ പോകും. എന്നാൽ കുറച്ച് ആളുകൾ അത് വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി എല്ലാത്തിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ടാവുന്നു. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തയും പേടിയൊന്നും ഉള്ളത് നല്ലതല്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെപ്പറ്റി അധികം ചിന്തിക്കാത്ത ആളുകൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലെ ധാർമ്മികതയും അധാർമികതയും ഒക്കെ അതും ഓരോരുത്തരുടെ ചോയ്സാണ്, അതും ഡിഫറൻസാണ്. ലൈംഗികത എന്ന് പറയുന്ന ആ ഒരു കാര്യം ഏറ്റവും മനോഹരമാണെന്നും ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളൊന്നാണെന്നും മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് തെറ്റല്ലെന്നും അതും നമ്മുടെ ശാരീരിക പ്രക്രിയയുമായി വളരെ അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്നും തിരിച്ചറിയുക. ഒരു പങ്കാളിയുമായിട്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്നതാണ് ഏറ്റവും മനോഹരം. ലൈംഗികതയേക്കാൾ കൂടിയ ആസ്വാദികരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ മെഡിറ്റേഷൻ പോലെ, ധ്യാനം പോലെ,
ഉള്ള കാര്യങ്ങൾ നമ്മുടെ യോഗി വര്യന്മാർ നേടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ മനുഷ്യർക്കും അതൊന്നും പറ്റാത്തതാകിയാൽ ലൈംഗികത തന്നെയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും ഉത്തമമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ. അത് ആസ്വദിക്കുന്നത് ഒരിക്കലും തെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സർവജ്ഞപീഠം കയറിയ ശങ്കരാചാര്യരെ പറ്റി ഒരു കഥ കേട്ടിട്ടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി അറിവിൻ്റെ ഉത്തംഗ ശൃംഗത്തിൽ എത്തിയ ശങ്കരാചാര്യർ. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ സ്ത്രീയെ അറിഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നു, ഇല്ല, സ്ത്രീ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ചോദിച്ച ആൾ പറയുന്നു, സ്ത്രീ അറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പറയുന്നതെന്ന്. അപ്പോൾ സ്ത്രീയെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്ത്രീലമ്പടനായ ഒരു രാജാവിൻ്റെ ദേഹത്ത് പ്രവേശിക്കുകയും അങ്ങനെ അദ്ദേഹം ആ സ്ത്രീ സുഖം അറിയുകയും ചെയ്തു എന്നുള്ളൊരു കഥയോ അല്ലെങ്കിൽ ഒരു പഴമൊഴിയോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് എപ്പോഴും അവയർനെസ്സോടെ ഇരിക്കാം, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. നല്ലൊരു ജീവിതമായിരിക്കും എല്ലാവരുടെയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.